പ്രവർത്തകരിങ്ങനെ പെട്ടെന്ന് വനിതാ പ്രവർത്തകരടക്കം നിരവധി ആളുകൾ വളരെ വേഗം ഓടി മുൻപിലെത്തി സത്യപ്രതിജ്ഞാ ചടങ്ങ് തൊട്ടടുത്ത് കാണാനുള്ള എല്ലാ ആവേശത്തിലും മറ്റുമാണ് ദൃശ്യങ്ങളിൽ കാണാം. ദാ ഈ 7 മണി സമയമായപ്പോൾ തന്നെ ഏതാണ്ട് 7:12 ആയപ്പോൾ തന്നെ സെൻട്രൽ സ്റ്റേഡിയം നിറഞ്ഞ് കവിയുകയാണ്. പാസ് ഉപയോഗിച്ചാണ് പ്രവർത്തകരെ അകത്തേക്ക് കയറ്റുന്നത്. പാസ് നേടിയവർക്ക് മാത്രമാണ് പ്രവേശനം. പക്ഷെ അപ്പോഴും ഒരുപാട് ആളുകൾ ദൃശ്യങ്ങൾ കാണാം. UDF വരുന്നതാണോ പിണറായി പോകുന്നതാണോ സന്തോഷം? പിണറായി പോകുന്നത് സന്തോഷം. കേരളത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു പിണറായി. കേരളത്തിന്റെ CPM-ന്റെ അവസാന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. 5 വർഷം കാണോ ഐക്യമൊക്കെ? 5 വർഷം അടുത്ത 15 വർഷം UDF. 10 വർഷം ഞങ്ങൾ അനുഭവിച്ച വേദന, ഈ കേരളം അനുഭവിച്ച വേദന, അതിനുള്ള മറുപടിയാണ് ഇത്. ഇനി ഈ കേരളം കമ്മ്യൂണിസ്റ്റ് സ്വപ്നം കാണണം. കുഞ്ഞാലിക്കുട്ടി സിന്ദാബാദ്. 5 വർഷമല്ല 15 വർഷം വരെ തുടർന്നു പോകുന്ന പറയുന്നത്. അതിലൊരു ആവേശം തുടക്കത്തിൽ പ്രകടമാണ്. ഇനി എന്ത് ആദ്യ ദിവസം വലിയ ആവേശം, അതിനൊരു തർക്കമില്ല കാര്യത്തിൽ. അത് തന്നെയാണ് ഇവര് നിലപാടിന്റെ രാജകുമാരൻ. എല്ലായിടത്തും VD സതീശനാണ് താരം. സതീശൻ തന്നെയാണ് ഏറ്റവും മുഖ്യമായി ഇവർക്ക് മുന്നിൽ താരമായി ഉയർത്തിക്കാട്ടുന്നത്. നമുക്ക് ആവേശം കാണാം, പ്രവർത്തകരുടെ ആവേശം കാണാം. സെൻട്രൽ സ്റ്റേഡിയം അല്പസമയം മുമ്പാണ് ആളുകളെ കടത്തിവിട്ട് തുടങ്ങിയത്. 9 മണി വരെ മാത്രമാണ് പ്രവേശനം. 50,000 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു പന്തലാണ് അവിടെ തയ്യാറായിരിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വളരെ വേഗം പ്രവർത്തകർ വളരെ വേഗം ഓടി ഈ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളും ദൃശ്യങ്ങളും മറ്റും കാണാം. ഈ അല്പസമയത്തിനകം തന്നെ ഈ പന്തൽ നിറയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വേഗം തന്നെ പന്തൽ നിറയും. ഇപ്പോൾ വനിതകളടക്കം മലപ്പുറത്തു നിന്നൊക്കെ വന്ന ഒരുപാട് ബസ്സുകളൊക്കെ ഇന്നലെ മുതൽ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ തമ്പടിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ മുൻവശത്ത് ഏറ്റവും മുൻപിൽ നിരകൾ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഈ പ്രവർത്തകർ എന്നറിയണം. അത്രത്തോളം ആവേശമുണ്ട്. നേരത്തെ സൈത്ത് മരണമൊക്കെ പറഞ്ഞതുപോലെ 10 വർഷത്തെ ഒരു വരൾച്ചയ്ക്ക് ശേഷം വലിയ ഭൂരിപക്ഷത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വരികയാണ്. VD സതീശൻ എന്ന മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ വാർത്താസമ്മേളനത്തിലും ആ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. 4 പതിറ്റാണ്ടിന് ശേഷമാണ് പൂർണ്ണ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന കാര്യം VD സതീശൻ ഓർമ്മിപ്പിച്ചു. യാതൊരു തരത്തിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളുമില്ലാതെ എല്ലാ സമവായത്തിലൂടെ ആണ് ഈ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ എന്ന് പറയുന്നു. വകുപ്പ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിൽ ചില കീറാമുട്ടികളൊക്കെ വളരെ വേഗം പരിഹരിച്ചു. 24 മണിക്കൂർ കൊണ്ട് മന്ത്രിമാരെ തീരുമാനിച്ചു. അങ്ങനെ ഒരുപാട് അവകാശവാദങ്ങളോടെയാണ് സർക്കാർ രംഗത്ത് വന്നത്. അരുണ്, സജിത്ത്, ഇനി നമുക്ക് അറിയേണ്ടത് VD സതീശൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആശാ വർക്കർമാർ ഓണറേറിയം, വനിതകൾക്കുള്ള സൗജന്യ ബസ് യാത്ര, ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ നൽകിയത്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം, അങ്ങനെ ജനങ്ങൾ കാത്തിരിക്കുന്ന അനവധി പ്രഖ്യാപനങ്ങളുണ്ട്. ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ പ്രതീക്ഷിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട എന്ത് നടപടി VD സർക്കാർ എടുക്കും എന്നുള്ളതാണ്. എന്തായാലും സതീശൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതല്ലേ നടപ്പാക്കാനാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ തന്നെ വളരെ വേഗം അതിവേഗം ബഹുദൂരം കാര്യങ്ങൾ എത്തുമോ? രഞ്ജിത്ത്, ആദ്യ മന്ത്രിസഭയിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം സർക്കാരിന്റെ ആ തുടക്കത്തിലെ പ്രഖ്യാപനം സ്വാഭാവികമായും തുടക്കത്തിലെ ആവേശം നിലനിർത്തേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം ഒരുപക്ഷെ ആശാ വർക്കർമാരുടെ വേതനമായിരിക്കും. അത് കഴിഞ്ഞ ദിവസം തന്നെ ആശാ വർക്കർമാർ VD സതീശനെ വന്ന് കണ്ടിരുന്നു. അദ്ദേഹം വീണ്ടും ഉറപ്പ് കൊടുത്തിരുന്നു. അപ്പോൾ ആ പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് കരുതാം. അതിനപ്പുറം ഇന്ദിരാ ഗ്യാരണ്ടി ഒന്നും ആദ്യ മന്ത്രിസഭയിൽ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കില്ല എന്ന സൂചന തന്നെയാണ്. കാരണം അത് നടപ്പിലാക്കുക വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ചെലവുകൾ കൂടിയുണ്ട്. അത് ഒന്ന് ആലോചിച്ച ശേഷം ക്രമീകരണങ്ങൾ സമയമെടുത്ത് നടപ്പിലാക്കും. ഇതാണ് പൊതുവിൽ UDF കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. പക്ഷേ ആദ്യ മന്ത്രിസഭയുടെ ചില പ്രഖ്യാപനങ്ങളുണ്ട്. അതിലാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ചില തുടരന്വേഷണ സാധ്യതകൾ പ്രഖ്യാപിക്കപ്പെടുമോ, ഒപ്പം മുൻ സർക്കാരിന്റെ ഏതൊക്കെ തീരുമാനങ്ങൾ തിരുത്തലുണ്ടാകുമെന്ന ചോദ്യം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും നിയമസഭാ സമ്മേളനത്തിന്റെ ഒരു സെഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ചേരാൻ പോകുന്നത് ജൂൺ 5-ന് സഭാ സമ്മേളനത്തിൽ
ബജറ്റ് അവതരണമാണ്. ബജറ്റ് അവതരണത്തിലായിരിക്കും ഇന്ദിരാ ഗ്യാരണ്ടി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഔദ്യോഗികമായി, അതായത് നിലവിലുള്ളതൊരു പൊളിറ്റിക്കൽ അനൗൺസ്മെന്റ് ആണ്. അതിനപ്പുറം സർക്കാരിന്റെ ഔദ്യോഗിക രേഖയായ ബജറ്റിൽ ഉൾപ്പെടാൻ പോകുന്നു ഇന്ദിരാ ഗ്യാരണ്ടി എന്നതാണ്. അതാണ് ഈ ബജറ്റിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം. അതിനു മുമ്പായി തന്നെ ചില തീരുമാനങ്ങൾ പ്രഖ്യാപിക്കപ്പെടും എന്ന കാര്യം കൂടി നമുക്ക് കരുതേണ്ടി വരും. എന്തായാലും ഈ ബജറ്റ് നിലവിലൊരു പൂർണ്ണ ബജറ്റാണ് ഇടതു സർക്കാർ അവതരിപ്പിച്ച് പിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ ചില കൂട്ടിച്ചേർക്കലുകൾ അതാണ് പ്രതീക്ഷിക്കേണ്ടത്. അതാണ് ഇന്ദിരാഗാന്ധി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാവുക. അതിനപ്പുറം പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ എന്തെങ്കിലും പുനഃപരിശോധന ഉണ്ടാകുമോ? നമുക്കറിയാം, ഉമ്മൻചാണ്ടിക്ക് ശേഷം ഇടതു സർക്കാർ വന്നപ്പോൾ അവസാന കാലത്തെ തീരുമാനങ്ങൾ പരിശോധിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചതുപോലെയുള്ള തീരുമാനങ്ങൾ ഉണ്ടായതാണ്. എ കെ ബാലൻ അധ്യക്ഷനായ സമിതി. സമാനമായ ചില നീക്കങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ അറിയേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ UDFന്റെ ക്യാമ്പിൽ നിന്നും അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ രാഷ്ട്രീയ കേസുകളിലെ പുനഃപരിശോധന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ആദ്യ തീരുമാനങ്ങൾ എന്താ എന്നതിൽ വളരെ കൌതുകമുണ്ട്, പ്രാധാന്യമുണ്ട്. കാത്തിരിക്കുകയാണ് ആദ്യ വി ഡി സതീശൻ മന്ത്രിസഭയുടെ ആദ്യ തീരുമാനം എന്തായിരിക്കുമെന്നതിൽ. ഇന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണറുടെ വിരുന്നുണ്ടാവും. ആ ഗവർണറുടെ വിരുന്നും കൂടെ കഴിഞ്ഞ് ആദ്യ മന്ത്രിസഭാ യോഗം ചേരും. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി ചുമതല ഏറ്റെടുക്കും. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഈ വേദിയിൽ കാണുന്നത് പോലെ UDF പ്രവർത്തകരുടെ ആവേശം നമുക്കറിയാം, സ്വാഭാവികമാണ്. അവരെ സംബന്ധിച്ച് 10 വർഷത്തെ ഇടവേള, അതിനുശേഷം വരുന്ന ഒരു നേട്ടം. പ്രത്യേകിച്ച് വടക്കൻ കേരളമാണ് ഇത്തവണ ഈ തരത്തിൽ ആഘോഷിക്കപ്പെടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്നത് വളരെ പ്രകടമാണ്. ലീഗ് കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ വലിയ കൂട്ടത്തോടെയുടെ ആൾക്കാരാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി നഗരത്തിൽ എത്തിയിരിക്കുന്നത്. അവരുടെയൊക്കെ പങ്കാളിത്തം നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഒപ്പം കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിൽ കോൺഗ്രസിന് വലിയ കുതിച്ചുകയറ്റമുണ്ടായ ജില്ലകളിൽ നിന്നുള്ള പ്രാധാന്യവും അവരുടെ പങ്കാളിത്തവും ഒക്കെ ഈ വേദികളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു കൊച്ചുകുട്ടിയുമായിട്ട് എവിടുന്നാ വരിക? കോഴിക്കോട് നിന്ന്. മോളെയായിട്ടാണോ സത്യപ്രതിജ്ഞ കാണാൻ വരുന്നത്? UDFന്റെ പ്രവർത്തകനാണോ അതോ? പിന്നെ UDFന്റെ അനുഭാവിയാണ്. വലിയ പ്രതീക്ഷയുണ്ട്. വലിയ പ്രതീക്ഷയുണ്ട്. കോഴിക്കോട് തന്നെയല്ലേ? നിങ്ങൾക്ക് എവിടുന്ന് വരിക? കോഴിക്കോട്. നിങ്ങൾ എല്ലാവരും കോഴിക്കോട് വരാം? കോഴിക്കോട് ഇത്തവണ UDFന് കോൺഗ്രസിന് വലിയ വിജയം ഉണ്ടായ സ്ഥലമാണല്ലോ. കോഴിക്കോട് 12 പിടിച്ചു. അപ്പൊ ആ ഒരു ആവേശം തുടക്കം എങ്ങനെയുണ്ട്? മന്ത്രിമാരെ നിശ്ചയിച്ചതിലൊക്കെ തീരുമാനം സൂപ്പർ. എല്ലാം നല്ല മന്ത്രിമാരാണോ? ഞങ്ങൾ മാത്യുസ് കൊള്ളനാടിന്റെ ആൾക്കാരാണ്. കഴിഞ്ഞ പ്രാവശ്യം 6600 വോട്ടിന്റെ ഭൂരിപക്ഷം, ഈ പ്രാവശ്യം 43,000 വോട്ടിന്റെ ഭൂരിപക്ഷം. നിങ്ങളൊക്കെ എങ്ങനെയാ നാട്ടിൽ നിങ്ങൾ വലിയ വണ്ടി വിളിച്ചിങ്ങ പോരുകയാണോ ചെയ്തത്? ഞങ്ങൾ സ്വന്തം കാറ്, സുഹൃത്തുക്കളുടെ കാറിൽ ഞങ്ങൾ വരുവാ. ഞങ്ങൾ എല്ലാവരും പറയുന്നതാണ് തിരുവനന്തപുരത്തേക്കുള്ള ഒരു വണ്ടിക്കും കാല് കുത്താൻ ഇടയില്ലെന്നാണ്. വണ്ടി ബാക്കി കുറെ നടക്കണ്ട വന്നു. ഇതിവിടെ ജനം കൊള്ളുമെന്ന് എനിക്ക് തോന്നിയില്ല. എന്തായാലും സർക്കാരിന്റെ തുടക്കം കുഴപ്പമില്ല. അതെ തീർച്ചയായിട്ടും ഗംഭീര തുടക്കായിരിക്കും. ഇന്ന് ആദ്യ ദിവസം വലിയ തീരുമാനമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? വലിയ തീരുമാനങ്ങൾ ഉണ്ടാവും. സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അങ്ങനെയാണ്. എന്തായാലും വലിയ തുടക്കം മോശമാവില്ല. ഇതാണ് UDF പ്രവർത്തകരുടെ ഒരു പങ്കാളിത്തം. എന്തായാലും ആ ആവേശം അവർക്കുണ്ട്. തുടക്കം ആദ്യ തീരുമാനങ്ങൾ. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ആ വെല്ലുവിളി സർക്കാരിന് മുന്നിലേക്ക് വരികയാണ്. പൊതു വികാരത്തിനൊപ്പം നിന്നുകൊണ്ടുള്ള തീരുമാനം മന്ത്രിസഭയിൽ തന്നെ ഉണ്ടാകുമോ? ആ ആവേശം തുടക്കം എങ്ങനെ നിലനിർത്തുമെന്നൊരു വെല്ലുവിളി കൂടെ സ്വാഭാവികമായും ഉണ്ടാവും. VD സതീശനാണ് എന്തായാലും ഇതിൽ താരം. സതീശൻ അനുകൂല മുദ്രാവാക്യങ്ങളൊക്കെ പരസ്യമായി വിളിച്ചുകൊണ്ട് തന്നെ, അത് ചുയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെ ഉള്ള പങ്കാളിത്തവും നീക്കങ്ങളും ഒക്കെയാണ് ഇവിടെ പ്രകടമാവുന്നത്. ഇത് 1,00,000-ൽ പരം ആളുകളെ ഉൾക്കൊള്ളുന്ന വേദി എന്നാണ് പറയുന്നത്. പക്ഷേ വളരെ ലിമിറ്റഡായി കൃത്യമായ പാസ്സൊക്കെ നിശ്ചയിച്ചാണ് ആളുകളെ ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നത്. VIP പാസ് ഉണ്ട്, മറ്റു പാസ്. ശരിയാണ്. വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വലിയ തോതിൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.